ചക്കി പോവല്ലേ, ഞാൻ ദാ വരണേ. ആ നിനക്ക് പുതിയ യൂണിഫോം മേടിച്ചാടി? എനിക്ക് പുതിയ യൂണിഫോം. ഓ കൊള്ളയൊക്കെ ചെയ്യാം, പക്ഷെ ഇത് നിനക്ക് ഭയങ്കര വലുതല്ലേടി? അതേടാ, എന്റെ അമ്മ പറഞ്ഞേ ഈ പുതിയത് തന്നെ നമുക്ക് അടുത്ത വർഷം ഇടാൻ. അതുകൊണ്ടാണ് ഇപ്പോഴേ ഇത്രയും വലുത് തച്ചത്. അടുത്ത വർഷം ഞാൻ വലുതാവല്ലോ, അപ്പൊ എനിക്കിത് കണക്കാവും. നിനക്ക് പുതിയത് തച്ചില്ലേടാ? അമ്മ പറഞ്ഞ് ഈ കൊല്ലം കൂടെ ഈ യൂണിഫോം ഇടാൻ, അടുത്ത കൊല്ലം എനിക്ക് പുതിയത് മേടിക്കുമെന്ന്. നീ സംസാരിച്ചോണ്ടിരിക്കാതെ വെക്കാൻ, ഇന്ന് നേരത്തെ സ്കൂളിൽ പോണം. എടി ചക്കി, ഞാൻ ശ്വാസം വിടുമ്പോഴേ എന്റെ ഈ ഉടുപ്പങ്ങാനം പൊട്ടിപ്പോയാൽ നീ എനിക്ക് കുത്താ ഒരു പിന്ന് തരണേടി. അയ്യോ എടാ, എന്റെ ഈ പാവാടെ കുത്തിക്കണ ഒരു പിന്നേ ഉള്ളൂ. അതെടുത്താ ഈ പാവാട ഊരിപ്പോവും. നിനക്ക് നാളെ ഞാൻ ഒരു പിന്നോണ്ട് തരാമേ. നാളെ മറക്കല്ലേടി. കണ്ടാ ഞാൻ എണ്ണയൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി ഉണക്കിയ കമ്പാണ്. ഇല്ലാത്തോണ്ട് 2 ദിവസം കൊണ്ട് ദാസപ്പ സാറിന്റെ അടി ഇട്ടല്ലായിരുന്നു. ദാസാണ് സാർ കൊണ്ടുവരാൻ പറഞ്ഞാൽ നീ അങ്ങ് കൊണ്ടുവന്നേക്കണം. നല്ല ചാവാൻ വേണ്ടിട്ടല്ലേടാ? നീ നല്ലപോലെ അങ്ങ് പഠിച്ചാ മതി, അപ്പൊ അടി കിട്ടൂല. ഈ കമ്പ് വെച്ചൊക്കെ ഒരു അടി കിട്ടിയാല് നല്ല വേദന എടുക്കും. ഇത് കൊണ്ട് കൊടുക്കുമ്പോ സാറിന് എന്നെ നല്ല ഇഷ്ടാവും. പക്ഷെ എനിക്ക് ഈ കമ്പ് വെച്ച് അടി കിട്ടണമെങ്കിൽ ഞാൻ നിന്റെ ഇനി മിണ്ടൂലുണ്ടു. തന്നെ എന്നാലും സാരയില്ലല്ലോ, ഞാൻ ഈ കമ്പ് സാറിന്റെ കൊടുക്കുകയും ചെയ്യും, സാർ എന്നെ നല്ല കുട്ടിയെന്ന് പറയുകയും ചെയ്യും. ദുഷ്ടായി. സാറേ, പുതിയ കമ്പ് ഞാൻ കൊണ്ടുവന്ന്. നല്ല കമ്പ് കേട്ടോ. ഈ ക്ലാസ്സിൽ ഇനി ആരാണ് കമ്പ് അടിക്കണേ നോക്കട്ടെ. പോയിരിച്ചല്ലേ. എന്നെ ഉൾക്കാടനായി. അത് സാറ് സ്നേഹത്തോട് അടിച്ചു. ഇന്നലെ തന്ന ഹോംവർക്ക് ചെയ്യാത്തവരെ നീ ഒരു ദിവസം നീ ഹോംവർക്ക് ചെയ്തില്ലേ? നീ നാളെ ചെയ്തോണ്ട് സാറേ. നല്ല വേദന ഉണ്ടാടാ. നീ എന്നെയൊക്കെ ഇട്ട് ഉണക്കി കൊണ്ടുവന്ന കമ്പല്ലേ? ആരെയായിപ്പോ നിനക്ക് അടിയിട്ടു? ഓടി. നീ അപ്പുറത്തെ ക്ലാസ്സിലെ പിള്ളേരോട് അടിവിടാൻ പോയല്ലേ? ഇനി അടിവിടല് പിള്ളേരോടെ നീ അടിവിടാൻ പോയി. ഇനി അടിവിടല് സാറേ, അവരാണ് എന്നെ അടിച്ചത്. ഡുണ്ടു ഒരു കമ്പൗണ്ട് വന്നിട്ട് ആ കമ്പൗണ്ട് അവന് തന്നെ മൊത്തം അടിയും കിട്ടണ്. ഇന്ന് സ്കൂൾ വിടണതിന് മുന്നേ അവനെ അടിച്ചടിച്ച് തന്നെ കമ്പ് ഓടിക്കും. അപ്പൊ അവൻ നാളെ വേറെ കമ്പ് കൊണ്ടുപോയിരിക്കും. ആ പുതിയ കമ്പിട്ട് അടിച്ചപ്പോ നിനക്ക് നല്ലോണം വന്നാടാ. എന്റെ ചന്തിയൊക്കെ അടിച്ചു പൊട്ടിച്ചു സാറ്. ഈ കമ്പടിയമ്മ നീ വേറെ കമ്പൗണ്ട് വരോ? ഇല്ല, ഇനി ഞാൻ കമ്പ് കൊണ്ടുവരൂല. എങ്കിൽ നിനക്ക് കൊള്ളാം. ബെല്ലടിക്കണവരെ ബഹളം വെക്കാതിരുന്നോണം. ഞാൻ അപ്പുറത്തെ ക്ലാസ്സിലുണ്ടേ. ഞാൻ ഒരു കമ്പ് കൊണ്ടുവന്നപ്പോ ആദ്യത്തെ അടി എനിക്ക് എന്നെ ഇതിട്ട് തന്നല്ലേ. ഇനി ഈ ക്ലാസ്സിൽ കമ്പ് വേണ്ട. ഓ, പറഞ്ഞു കൊടുക്കല്ലേടി ഞാനാണ് ഒടിച്ചെന്ന്. നമ്മള് പറഞ്ഞില്ലേ കമ്പ് കൊണ്ട് സാറിന് കൊടുക്കല്ലേന്ന്. നീ ഫോട്ടോ കാണാൻ പൈസ കൊണ്ടുവന്നാ? ഇന്നാണ് അവസാന ദിവസം. ഇന്നൂടി പൈസ കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് ഫോട്ടോ തരും. എന്റെ പൈസ ഇല്ലാത്തോണ്ട് അമ്മ പറഞ്ഞ അടുത്ത വർഷം മേടിക്കാന്ന്. ഈ വർഷം അമ്മക്ക് ഫോട്ടോ മേടിക്കാക്കൂല. 10 രൂപ ആയോണ്ടാണ് ഫോട്ടോക്ക്. നമ്മൾ നന്നായിരുന്നല്ലേടാ ഫോട്ടോക്ക്. അമ്മക്കെ ഒരു കാര്യം ചെയ്യാം, നമ്മളെ ക്ലാസ്സിൽ ആരെങ്കിലും മേടിക്കണമെങ്കിൽ അവരെ നിർത്തി മേടിച്ചു നോക്കാം. തരോ എന്തോ. നിങ്ങള് ക്ലാസ് ഫോട്ടോ മേടിക്കാനുള്ള 10 രൂപ കൊണ്ടുവന്നാ. ഇന്നാണ് ഫോട്ടോ തരണത്. ഞാൻ കൊണ്ടുവന്നു. നീ 10 രൂപ കൊണ്ടുവന്നാടി ചക്കി. കൊണ്ടുവന്നാടുണ്ടു. 2 ദിവസത്തോടെ കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ കൊണ്ടുവന്നിരുന്നു. അപ്പൊ നിങ്ങൾ കൊണ്ടുവന്നില്ലേ? അയ്യോ, അപ്പൊ എനിക്ക് മാത്രമേ ക്ലാസ്സിൽ ഫോട്ടോ കിട്ടുള്ളൂ. എടി പാറു, ഒത്തി ഫോട്ടോ കിട്ടുമ്പോഴേ നമ്മളെ കൂടെ ഒത്തി കാണിച്ചു തരുമോടി ഫോട്ടോ? ഓ, ഫോട്ടോ കിട്ടട്ടെ, ഞാൻ കാണിച്ചു തരാമേ. ഫോട്ടോയിൽ നമ്മള് നല്ലതായിരുന്നല്ലേ? അന്ന് മണിക്കൂട്ട മാത്രം വന്നില്ല. ഈ ക്ലാസ്സിൽ പാറു അല്ലേ രാവിലെ ഫോട്ടോയ്ക്ക് 10 രൂപ കൊണ്ടുവന്നത്? ഓ സാറേ, എന്നാ ഫോട്ടോ. വേറെ ആരും പൈസ കൊണ്ടുവന്നില്ലല്ലോ. നിങ്ങൾ ഫോട്ടോന്റെ അകത്ത് തൊടല് അഴുക്ക് പറ്റും. ഫോട്ടോ എപ്പോഴും നമ്മൾ ഇങ്ങനെ കാണിക്കാവോ? ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. കണ്ട തൊടലും മതി. കണ്ടത് എടി പാറു, ഞാൻ കണ്ടില്ലടി, എന്നെ ഒത്തി കാണിച്ചാടി. ഞാൻ കാണിച്ചു തരല്ലേ? തൊടല് അങ്ങനെ ദൂരോട്ട് ഇന്ന് നോക്കിയാ മതി. നീ അല്ലേ നമുക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞേ? ഞാൻ കാണിച്ചു തരല്ലേ? നമുക്ക് കാണാൻ പറ്റണില്ല. അതെങ്ങനെയല്ലേ വെച്ചത്? ആ ചക്കിയും കൊള്ളാം, ഞാനും കൊള്ളാം അല്ലേ? ഞാനും കൊള്ളാം. തൊടല് ഒത്തിക്കൂടെ ഞാൻ ചരിച്ചു വെച്ചാണ് പാറു. നോക്കിയാണ്ടാ പാർവതി കണ്ണടച്ചിരിക്കണ്. ദാണ്ടേ ഇവ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണ്. മതി നിങ്ങൾ കണ്ടത് മതി. ഇത് ഞാൻ കണ്ടിട്ട് ഞാൻ കൊള്ളാമോന്ന് ചിരിച്ചോണ്ടിരിക്കണ്. സാറിന്റെ അടുത്ത് ഞാൻ തന്നെയല്ലേ ഇരിക്കണത്. എടി പാറു, നമ്മൾ ഒത്തിക്കൂടെ നോക്കട്ടെ. വേണ്ട, ഇനി ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് തുറക്കോളൂ. മതി കണ്ടോ. അടുത്ത വർഷം നമ്മള് പൈസ കൊണ്ടുവന്ന് ഫോട്ടോ അടിക്കോടി. ഓ വേടി. എന്നിട്ട് നിനക്ക് കാണിച്ചു തരൂല. ചക്കി തന്ന പേപ്പർ നിങ്ങൾ ഒപ്പിട്ടോണ്ട് വന്നാ? അയ്യോ,
ഞാൻ ഒപ്പിട്ടില്ല, നീ ഒപ്പിട്ടാണോ? ഞാൻ അതിന് വീട്ടിൽ പോലും അത് കാണിച്ചില്ല. അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് നടി കിട്ടും. അയ്യോ ഇനിയിപ്പോ എന്തേലും ചെയ്യും? നമുക്ക് ഇപ്പൊ പേപ്പർ എടുത്ത് ഒപ്പിട്ടാല. അതിന് നിനക്ക് നിന്റെ അച്ഛനെ ഒപ്പിടാൻ അറിയാമോ? ഓ, എന്റെ അച്ഛൻ മലയാളത്തിലാണ് ഒപ്പിടുന്നത്, അതുകൊണ്ട് എനിക്കറിയാം. എനിക്ക് എന്റെ അമ്മേനെ ഒപ്പിടാൻ അറിയാം. എങ്കിൽ നീ പേപ്പർ എടുത്ത് ഞാനിവിടെ നീ എവിടെ ഒപ്പിടണേ? ഞാൻ ഇവിടെ ഇടാം. എന്റെ അമ്മയെ കൂട്ടശരത്തിലാണ് ഒപ്പിടുന്നത്, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കാക്കറ മുക്കറ വരച്ചു വെച്ചാൽ മതി. അപ്പൊ ശരിയാവും. ഇടതേ കൈ കൊണ്ടിരുമ്പോ കറക്റ്റ് ആവും. നിങ്ങൾ ഈ കള്ള ഒപ്പിടുന്ന ടീച്ചറെ കണ്ടുപിടിക്കൂലേ? ടീച്ചറൊന്നും കണ്ടുപിടിക്കൂല. നീ അങ്ങനെ പറഞ്ഞോണ്ടല്ലോ. ഒപ്പിട്ടോണ്ട് വന്ന പേപ്പറുകൾ എല്ലാരും എടുത്താണ് നോക്കട്ടെ. 50-ൽ 11.5 മാർക്ക് മേടിച്ചിട്ട് നിന്റെ അച്ഛൻ നിനക്ക് ഒപ്പിട്ട് തന്നാടാ. ഓ ഒപ്പിട്ട് എന്നിട്ട് അച്ഛൻ പറഞ്ഞു മോനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് നമ്മളെ വീട്ടിൽ മേടിച്ചെന്ന്. നല്ല പഠിത്തം. അവിടെ ഇരി, നിന്റെ പേപ്പർ ചക്കിയ പേപ്പർ എടു. 50-ൽ 0 മേടിച്ചിട്ട് നിന്റെ വീട്ടിൽ നിന്ന് നിനക്ക് ഒപ്പിട്ട് തന്നായി. ഓ ടീച്ചറെ, എന്റെ അച്ഛൻ പറഞ്ഞ് നല്ലോണം പഠിക്കണേ മക്കളെന്ന്. എന്നിട്ട് അച്ഛൻ ഒപ്പിട്ട് തന്ന്. നല്ല പഠിക്കണ മക്കളെ ഇല്ല. ചക്കീര അച്ഛന്റെ പേര് വാസന്തി എന്നാണ്. ടീച്ചറെ എന്റെ അമ്മേരെ പേരാണ് വാസന്തി. ഞാൻ ഒപ്പിട്ടമ്മ മാറിപ്പോയി. ഓ അപ്പൊ നീയാണ് ഇവർക്ക് കള്ള ഒപ്പിട്ട് കൊടുത്തതല്ലേ? നിന്റെ പേപ്പർ ഇങ്ങനെ എന്താണ്? നിന്റെ അച്ഛന്റെ പേര് വാസന്തി എന്നും നിന്റെ അമ്മയുടെ പേര് ദിനേശൻ എന്നും അല്ലേ? അത് ടീച്ചറെ, ഒപ്പിടാൻ നേരത്തെ ഇവനാണ് പേപ്പർ മാറ്റി എടുത്തത്. ഞാൻ ശ്രദ്ധിച്ചില്ല ടീച്ചറെ. നമ്മൾ ഒപ്പിടൂല. അടിക്കല്ലേ ടീച്ചറെ? ഉള്ള കള്ളത്തിന് അത്രയും കാണിച്ചിട്ട് രണ്ടുപേരോട് നിന്ന് കഴിയണം. നിങ്ങൾ രണ്ടുപേരും ഞാൻ ഇപ്പൊ എച്ചമ്മിന്റെ റൂമിൽ കൊണ്ടുപോകും. അച്ഛമ്മിന്റെ റൂമിൽ കൊണ്ടുപോകാൻ ടീച്ചറെ. ഇനി എവിടെ ഒപ്പിട്ടാലും ഞാൻ കള്ള ഒപ്പിടൂല ടീച്ചറെ. ഞാൻ അച്ഛനെ കൊണ്ടുപോയി ഒപ്പിട്ടോണ്ട് വരാൻ ടീച്ചറെ. കൊള്ള അച്ഛനെ തുറന്നു വെച്ചിട്ട് സുഖമായിട്ടാണ് ഉറങ്ങണ. കൊച്ചേ നീ അങ്ങനെ എണീറ്റാണ് എനിക്ക് വിധവാ പെൻഷൻ അപേക്ഷിക്കണമായിരുന്നു. ഇത് തിരക്കൂടുതലാണ്. പോയിട്ട് നാളെ വാ, പിന്നെ ശരിയാക്കി തരാം. 2 ദിവസം കൊണ്ട് ഞാൻ ഇവിടെ കയറി ഇറങ്ങി. ഇന്ന് എന്തായാലും ഞാൻ ശരിയാക്കിട്ടേ പോണോളൂ. ഇവർക്ക് എന്തൊരു ജോലി ചെയ്യാൻ സമ്മതിക്കൂല. എങ്കിൽ അമ്മച്ചി ഒരു കാര്യം ചെയ്യും, വീട്ടിൽ പോയി റേഷൻ കാർഡും ആധാർ കാർഡും നിങ്ങളെ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തോണ്ട് വരും, ഞാൻ ശരിയാക്കി തരാം. അതിനായിട്ട് ഇപ്പൊ വീട്ടിലൊന്നും പോണ്ട. എന്നാ ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നീ അങ്ങോട്ട് അപേക്ഷിച്ചാൽ മതി. ഓ ഇവര് സമ്മതിക്കൂല. പൊന്നപ്പൻ ഇതില് പൊന്നപ്പന്റെ ജനന സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ, അത് വേണം. അതില്ലാതെ ഒന്നും നടക്കൂല. പോയെടുത്തോണ്ടാ പോ. ഇത്രയും വലിയ സർട്ടിഫിക്കറ്റ് അങ്ങനെ കൊള്ളാരി എനിക്കറിഞ്ഞൂടെ നോക്കളെ. അങ്ങനെ സ്കൂളിലൊന്നും പോയിട്ടില്ല. അയ്യോ അമ്മച്ചി, നിങ്ങൾ എന്തൊക്കെ പറയണ? പൊന്നപ്പനെ പ്രസവിച്ച് ആശുപത്രിയിൽ പോയി എഴുതി മേടിച്ചോണ്ട് വരി. അന്ന് ആരെങ്കിലും ആശുപത്രിയിലും പോകും. എന്റെ അമ്മ വീരാനെ 19 കൊച്ചായിരുന്നു അങ്ങേര്. അന്ന് അവർ കൊല്ലം ചെറുത്തേ ചമ്മന്തി ഇരിക്കണം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ജനന സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നൂലെടുത്തെടുത്ത ഫോട്ടോ എങ്കിലും വേണം. അന്ന് നൂലിട്ടുള്ള ചരട് മേടിക്കാൻ പോലും പോക്കില്ലേന്ന്. പിന്നെ അല്ലേ ഫോട്ടോ എടുക്കണത്. ഫോട്ടോ വേണം. നൂലിട്ടിന്റെ ഫോട്ടോ ഇല്ലാതെ ഒന്നും നടക്കൂല. അങ്ങനെ ഇപ്പൊ സർക്കാരിന്റെ പൈസ ഒരു പാവങ്ങളും തിന്നണ്ട. നെറ്റി വന്ന ബുദ്ധിമാൻ, മൂക്ക് വന്ന മൂക്കളയാടി, വാ വന്ന വായാടി, കഴുത്ത് വന്ന സുന്ദരി, വയറ് വന്ന തീറ്റിപ്പണ്ടാരം. ഓ ഇതൊക്കെ കള്ളക്കളിയാണ്. നീ വിശ്വസിക്കല്ലേടാ മണിക്കുട്ട? നിനക്ക് എവിടെ നടിക്കിട്ടുണ്ട് ഇങ്ങനത്തെ കുറെ കള്ളക്കളികൾ? എടി ഇത് കള്ളക്കളിയൊന്നുമല്ല, സത്യക്കളി തന്നെ. എന്റെ ചേച്ചിന്റെ സ്കൂളിലെ പിള്ളേർ നോക്കിയപ്പോ അവർക്ക് എല്ലാവർക്കും സത്യം തന്നെ വന്നത്. ചക്കര ചേച്ചി പറഞ്ഞാണെങ്കിൽ അത് സത്യമായിരിക്കും. നീ കാണിച്ചോളി ചക്കി, അവള് വിശ്വസിക്കട്ടെ. ഇപ്പൊ കാണിച്ചു തരാമേ. രോഹിണി നാളിൽ ജനിച്ച പുത്രിയുടെ പേരാണ് ചക്കി. അവക്ക് വായിലാണ് വന്നത്. അപ്പൊ നീ വായാടി തന്നെ. നിനക്ക് ഭയങ്കര നാക്കാണ്. രാവിലെ എണീച്ചപ്പോ എനിക്ക് ബുദ്ധിമാനാണ് വന്നത്. ഇപ്പൊ തെറ്റുപോയാണ്. എനിക്ക് പാറുവിന്റെ നാട് പറഞ്ഞാണ്. ഞാൻ നോക്കട്ടെ. നിന്റെ നാള് പറയടി പാറു, നോക്കട്ടെ. ഭരണി, എനിക്ക് സുന്ദരിയായിരിക്കും വരണം. ഭരണിയല്ലേ ഇപ്പൊ കാണിച്ചു. ഫരണി നാളിൽ ജനിച്ച പുത്രിയുടെ പേരാണ് പാറു. അതെനിക്ക് ജലദോഷമായതുകൊണ്ടായിരിക്കും. നോക്കടി ചക്കി. എന്റെ നാളെ ഞാൻ മറന്നുപോയി. നിന്റെ നാളെ നീ മറന്നുപോയാ? എനിക്കറിയാം, ഞാൻ പറയട്ടാ. മറ്റേ ഇരിക്കുന്ന സാധനല്ലേ? നിന്റെ നാളെപ്പ അതാണുണ്ടോ? അതാണ് നീ മറന്നുപോയല്ലേ? നോക്കടി ചക്കി, അവ ഇരിക്കണത്. അയ്യേ എന്നെ നോക്കണ്ട. ഞാനല്ലേ നോക്കണം. ഞാൻ ഇപ്പൊ പറഞ്ഞത് മൂലം നാളിൽ ജനിച്ച പുത്രന്റെ പേരാണ് കളിയാക്കണ്ട. ഇനി നിന്റെ നോക്കണം. എന്റെ നോക്കടി ചക്കി. അത്തം നാളിൽ ജനിച്ച പുത്രന്റെ പേരാണ് മണിക്കുട്ടൻ. ജലദോഷമുണ്ട്. അവളോരെ കള്ളക്കളിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വെള്ളം കുടിക്കാൻ പോണു. ആറങ്ങാട്ട്. 2 + 2 എത്രയാണ്? 4. 2 + 2 4. 4. എല്ലാവർക്കും മനസ്സിലായല്ലോ? സംശയമൊന്നും ഇല്ലല്ലേ? നോട്ട് ബുക്കിൽ എഴുതി എടുക്കി. അടുത്ത ചോദ്യം ഞാൻ വിളിക്കുന്നവര് വന്ന് ബോർഡിൽ എഴുതണം.
5 അധികം 3. ചക്കി പോയി എഴുത്. ചോക്ക്. 5 അധികം 3. ഇത്രയും വലിയ ബോർഡിൽ ചക്കിക്ക് എഴുതാൻ സ്ഥലം ഇല്ലാത്തോണ്ടാണ് ആ മൂലയെ കൊണ്ട് എഴുതി വെച്ചേക്കണത്. വേഗം ചെയ്. ചക്കി ചെയ്ത് തീർന്നാ? കിട്ടി. 5ന്റെ ഇവിടെ 3 കൂട്ടിയപ്പോ നിനക്ക് 10 കിട്ടിയാടി. ഒരു വക അവള് പഠിക്കില്ല. നാളെ വരുമ്പോ 100 വട്ടം നീ എഴുതി പഠിച്ചോണ്ടിരുന്ന. പോയി നീടിയോടാ. ഇങ്ങോട്ട് നോക്കടി. 5 അധികം 3. 5 അധികം 3 8. 8 ഉത്തരം. അമ്മ കാണാതെ ഞാൻ അമ്മേന്റെ പാഴ്സൽ എടുത്ത് നമുക്ക് മുട്ടായി വാങ്ങിക്കാം. അയ്യോ 2 രൂപ. നമുക്ക് ആ കടയിൽ പോയി മുട്ടായി മേടിക്കാം. ആയി ഗുളുഗുളായിരിക്കും. അല്ലേ ചക്കി? അയ്യോ ചക്കി പോലീസ്. നീ കട്ടുകൊണ്ട് വന്നപ്പോഴേ എനിക്കറിയാമായിരുന്നു നിന്റെ പഞ്ചേരി അമ്മ ക്യാഷ് കൊടുക്കുമെന്ന്. പോലീസ് ഇപ്പൊ അവളെ പിടിച്ചോണ്ട് പിടിപ്പിച്ച മുട്ടായി. അയ്യോ സാറേ ഞാനല്ല കട്ടത്. എവളാണ് അവളെ അമ്മേരെ പേഴ്സന്ന് 2 രൂപ കട്ടത്. എന്നെ കൊണ്ടുപോയത് സാറേ. എനിക്ക് ജയിലിൽ പേടിയാണ്. അയ്യോ സാറേ കള്ളോട് സാറേ പറയണേ. ഇവര് ജയിലൊന്നും പേടിയില്ല. എന്നോട് അവനെ കൂടി കൊണ്ടുവരണേ സാറേ. സാറേ ഇനി ഞാൻ മോട്ടിച്ചാലും അവള് മോട്ടിക്കൂലേ സാറേ. അവളെ കൊണ്ടുപോവല്ലേ സാറേ. അയ്യോ അയ്യോ മാന പിള്ളേര്. എനിക്ക് നാളെ കള്ള പിള്ളേരി. അപ്പൊ നീ നാളെ പൈസ കൊണ്ടുവരണേ.